പള്ളിക്കാരെയും പട്ടക്കാരെയും രാഷ്ട്രീയക്കാരെയും അതുപോലെ കുടുംബക്കാരും എല്ലാവരും ഒന്നിച്ച് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് സ്റ്റാൻലിയുടെ വായിൽ നിന്നും ആവത് കേട്ടിട്ട് അലീനയും കണ്ട് എല്ലാവരും ഒന്നും ചെയ്യാനില്ലാതെ തിരിച്ചു വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവർ തീരുമാനിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അലീനനെ അവിടെ നിന്ന് പറഞ്ഞയക്കണം, അല്ലെങ്കിൽ ഈ സ്വത്തുവകകളെല്ലാം അയാൾ അവൾക്ക് നൽകും. ഇപ്പോൾ തന്നെ ഔതുക്കുട്ടിക്ക് എല്ലാം കൊടുത്താൽ കൊള്ളാവുന്നുണ്ട്. അയാളുടെ കുടുംബസ്വത്ത് അയാൾ കൊടുക്കട്ടെ, അതിൽ നമുക്കൊരു കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ലോ ഇത് ഈ സ്റ്റാൻലി സ്വന്തം ഉണ്ടാക്കിയ സ്വത്തുക്കളല്ലേ. അതിൻ്റെ അവകാശം എൽസമ്മയ്ക്കും മക്കൾക്കും ഉള്ളതല്ലേ. ആ 150 ഏക്കറും ആ ബംഗ്ലാവും എല്ലാം കൂടി ആ പെണ്ണ് അടിച്ചുകൊണ്ട് പോകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ചിന്നമ്മയുടെ തനി പകർപ്പ ആ പെണ്ണ്, കണ്ടില്ലേ നിങ്ങൾ എന്ന് പറയുമ്പോൾ അതെ അതെ, ആ പെണ്ണ് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്കും അവൾ അയാളുടെ മകളല്ലാന്ന് പറയാനും കഴിയില്ല. DNA ടെസ്റ്റ് എടുത്താൽ പോലും അവള് അയാളുടെ മകൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാവും. പിന്നെ ഈ പറഞ്ഞെല്ലാം വേസ്റ്റായി പോകും. നമ്മൾ പോയപ്പോഴും കണ്ടുവല്ലേ, ആനയോളം പോകുന്ന കുറേ നായ്ക്കൾ. ആ നായ്ക്കൾ നമ്മളെ ഓടിച്ചു വിടും, നമ്മളെ കടിച്ചു കീറും. അയാൾ അതിന് സമ്മതിച്ച് അവിടെ നിൽക്കും. പിന്നെ റിവോൾവർ ഉണ്ടല്ലോ അയാളുടെ കയ്യിൽ, എടുത്ത് നമ്മുടെ നെഞ്ചത്തോട്ട് വെച്ച് വെടിവെച്ചാലേ പോണത് നമ്മുടെ ജീവനാ. എൽസമ്മയ്ക്ക് ഇതിലൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ എന്ന് എൽസമ്മ ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഒന്നും പറയാതെ മിണ്ടാതിരുന്നിട്ടാ അവനെ തോന്നിവാസം പോലെ ഇങ്ങനെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ തീരുമാനിക്കണം. റീതാവ ചേച്ചി എന്താ പറയണതെന്ന് ചോദിക്കാണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇവളെ പ്രസവിച്ചോളെന്ന് പറഞ്ഞ ഒരുത്തി കാണുമല്ലോ, അവൾ എവിടെയാണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എന്നിട്ട് അവളെക്കുറിച്ച് അന്വേഷിച്ച് അവളെ ഒന്ന് കണ്ടെത്തണം. അല്ല, അതുകൊണ്ട് എന്താ പ്രയോജനം ചേച്ചി? പ്രയോജനമുണ്ട്. അവൾ അറിയട്ടെ ഇങ്ങനൊരു മോളുണ്ടെന്ന്. അയാൾ ആ പൗലോസിനോട് അയാള് ഔതുക്കുട്ടിട്ട് പറഞ്ഞ കഥ പൗലോസ് ഒളിഞ്ഞു കേട്ടെന്നാ പറഞ്ഞത്. അവൾക്ക് ഇതുവരെ അറിയില്ലെന്ന് ഇങ്ങനൊരു മകള് ജീവനുണ്ടെന്നുള്ള കാര്യം. അവളുടെ വീട്ടുകാരും ഈ സ്റ്റാലിയുടെ വീട്ടുകാരും ചേർന്ന് കുഞ്ഞ് മരിച്ചു പോയെന്നും പറഞ്ഞ് കുഞ്ഞിനെ അനാഥാശ്രമത്തിലാക്കിയതാ. അവൾക്കും ഇവനും അറിയില്ലായിരുന്നു ആ കുഞ്ഞ് ജീവനുണ്ടെന്ന്. അവളാണെങ്കിലോ വേറൊരുത്തിനെ കെട്ടി പാലായില് സുഖമായിട്ട് ജീവിക്കാം. വലിയൊരു കോടീശ്വരനെ കെട്ടിയത്. അതുപോലെ സ്റ്റാലിയും നമ്മുടെ അനിയത്തിയെ കെട്ടി അവളുടെ ജീവൻ തൊലച്ചു. അതുകൊണ്ട് അവളും അറിയട്ടെ അവളുടെ മകള് ജീവനോടെ ഉണ്ടെന്ന്. അറിഞ്ഞിട്ട് വന്നു വേണേ കൊണ്ടുപോട്ടെ, അതാകുമ്പം നമുക്ക് ശല്യമില്ല. പെണ്ണായതുകൊണ്ട് കോടി ഇറവിട്ടാലും അവളുടെ കൂടെ വിടാൻ ചാൻസ് ഉള്ളൂ. അല്ലപ്പോ അവളുടെ കുടുംബക്കാരറിഞ്ഞാലോ? അതറിഞ്ഞാ നമുക്കെന്താണ് വിഷയം? അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ഇമ്മാതിരി തോന്നിവാസം കാണിച്ച് പിഴച്ച് നടന്നിട്ട് ഒന്നും അറിയാത്തവളെപ്പോലെ അഭിനയിച്ച് വേറത്തോടെ ജീവിക്കുമായിരിക്കുമല്ലോ അവളും. അങ്ങനെയുള്ളവളൊക്കെ അനുഭവിക്കട്ടടാ എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ പായിക്കാൻ നമുക്ക് വേറൊന്നെങ്കിലും ഐഡിയ നോക്കിയാലോ? ഇത് വർക്കൗട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സ്റ്റീഫൻ പറയുമ്പോൾ, നമുക്ക് നോക്കാടാ, വർക്കൗട്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്തായാലും അടുത്ത ദിവസം തന്നെ പാലായ്ക്ക് പോവാ അവളെ കണ്ടെത്താനായിട്ട്. കണ്ടെത്തി അവളോട് വിവരം പറയണം. അവളെ കൊച്ചിനെ കൊണ്ടുപോകാൻ തയ്യാറായില്ലെങ്കിലേ അവളുടെ കഥകളെല്ലാം ഭർത്താവിനോട് പറയുന്നവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറ്റാനുള്ള ഐഡിയ നോക്കാം. അല്ല, ഈ സ്റ്റാൻലി അവളെ വിട്ടുകൊടുക്കുമെന്ന് റീതാമ്മച്ചിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അയാൾ എന്നേ പറഞ്ഞയച്ചേനെ. നമ്മളൊന്ന് പോയപ്പോൾ കണ്ടതല്ലേ, ചേർത്ത് നിർത്തി ഇതിൻ്റെ മോളാന്ന് പറഞ്ഞത്. അവൾ രാജകുമാരിയെ പോലെയാ അവളെ നോക്കുന്നതെന്ന് റീതാമ്മച്ചനല്ലേ പറഞ്ഞത്. അതുമാത്രമല്ല, അവിടുത്തെ ജോലിക്കാരും പറഞ്ഞല്ലോ അവളെ പൊന്നുപോലെ കൊണ്ടു നടക്കാണെന്ന്. എല്ലാം വാങ്ങിക്കൊടുത്തും വലിയ റൂമുണ്ടാക്കിയും അവൾക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുത്തും അയാൾ ഒരു രാജകുമാരിയെപ്പോലെ അവളെ കൊണ്ടു നടക്കുക. അതിനിടയ്ക്ക് അയാളെ പറഞ്ഞയക്കോ? 23 വർഷമായിട്ട് അയാളെ കാണാതിരുന്ന് കിട്ടിയ കുഞ്ഞല്ലേ. അങ്ങനെയുള്ളപ്പോൾ അയാൾ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറാവോ? അതൊക്കെ അവൾ നോക്കിക്കോളും. ഇനിയിപ്പോൾ അവളുടെ തള്ള വന്നു കഴിഞ്ഞാൽ അവൾക്കും അവകാശം കാണുമല്ലോ. ഇങ്ങനെ ഒരു കുഞ്ഞ് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അവൾക്കും സ്നേഹം കാണുമല്ലോ. അവളൊന്ന് കൊണ്ടുപോകാതിരിക്കും എന്ന് റീതാവച്ചി പറയാണ്. അതെന്തായാലും നല്ലൊരു അടിയായിട്ട് എനിക്ക് തോന്നിയെന്ന് കുര്യച്ചൻ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റീഫൻ ചോദിക്കുകയാണ്, റീതാമച്ചി ഇത്ര കഷ്ടപ്പെടണോ? നമുക്ക് അവളെ അങ്ങ് തീർത്തു കളഞ്ഞാലോ? അതായിരിക്കില്ലേ നല്ലത്? അതാകുമ്പം ഒരു വിഷയമില്ല, പ്രശ്നമില്ല. അതൊക്കെ പിന്നെ വലിയ പുലിവാലാകും. ഇല്ലെന്നേ, നമുക്കതിനൊക്കെയുള്ള ആളുണ്ട്, നമുക്ക് ആളിറക്കാം. അല്ലെങ്കിൽ അവിടുത്തെ പണിക്കാരന്മാർ നമ്മുടെ ശിങ്കിടികളല്ലേ. പൗലോസ് നമ്മൾ പറഞ്ഞ കേക്കില്ലേ,
ഞാനത് ചോദിച്ചതാ, പക്ഷെ അവന് നല്ല പേടി, പോലീസും പ്രശ്നമൊക്കെ ആയാലോന്ന്. അതുകൊണ്ടാ, അല്ലെങ്കിൽ അവൻ നേരത്തെ ചെയ്തേനെ. ആദ്യം തന്നെ അവൻ പൗലോസുമായിട്ടാണല്ലോ അവൾ ഉടക്കിയത്, അതുകൊണ്ട് അവന് നല്ല കലിപ്പാ. തിരിച്ച് വീണ്ടും പോയിട്ട് തിരിച്ചവൻ വന്നതല്ലേ, അതുകൊണ്ടിപ്പോ അലിനെന്ന് പറഞ്ഞാൽ അവന് ദേഷ്യ. ഒരവസരം കിട്ടിയാ അവളെ തീർക്കാനുള്ള ദേഷ്യമുണ്ട് അവന് എന്ന് പറയുമ്പോ അതെങ്കിൽ നല്ലൊരു അവസരമാണല്ലോ. നമുക്കിവിടെ നാളെ ഇറക്കി അവളെ അങ്ങ് തീർത്താലോ? വേണ്ടടാ, അതൊക്കെ വലിയ പുലിവാലാകും. ഞാനെന്തായാലും ഇത് നോക്കട്ടെ. പാലയിലേക്ക് ഞാൻ ഉടനെ പോവാ. അവിടെ പോയിട്ട് ഇത് നടന്നില്ലെന്നുണ്ടെങ്കിലേ നമുക്ക് പറഞ്ഞതുപോലെ ആളെ ഇറക്കാം, അവളെ അങ്ങ് തീർത്ത് കളയാം. അത് മതി എന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്റ്റാൻലിയോട് നേർക്കെന്ന് മുട്ടാനല്ലേ നമുക്ക് പറ്റാത്തുള്ളൂ. ഒളിയായത് ഇറക്കിയാലോ? ഒളിയൻ പറഞ്ഞ വീഴാത്ത ഒരു കൊല കൊമ്പനില്ലല്ലോ എന്ന് പറയുമ്പോ അത് ശരിയാ റീത്താമച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവള് പറയുന്നുണ്ട്, നമ്മുടെ എൽസമ്മ പറയാണ്, റീത്താമച്ചി അതൊന്നും വേണ്ട, അതൊരു പെൺകുട്ടിയല്ലേ, എനിക്കും 2 പെൺകുട്ടികളല്ലേ, ആ കുഞ്ഞിനോട് എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഇപ്പോഴും നിനക്ക് അവളോടുള്ള മമതയാണോ? അതൊന്നും വേണ്ട, നിന്റെയും മക്കളുടെയും ജീവിതം തകർക്കാൻ വേണ്ടി കയറി വന്നവളാ. അവളോട് നിനക്ക് അങ്ങനത്തെ സ്നേഹത്തിന്റെ ആവശ്യമൊന്നുമില്ല, പറഞ്ഞേക്കാം. മക്കളെ നോക്കി അടങ്ങി ഒതുങ്ങി നീ ഇനിയെങ്കിലും വീട്ടിലിരിക്കാൻ നോക്ക്, അല്ലെങ്കിലേ ഉള്ള സ്വത്തും പണമെല്ലാം കണ്ട പെമ്പിള്ളാരെ കൊണ്ടുപോകും, പറഞ്ഞേക്കാന്നും പറഞ്ഞിട്ട് എൽസിമയോട് ദേഷ്യപ്പെട്ട് റീത്തമ്മ കയറി പോവാണ്. ആങ്ങളമാരെപ്പോ എൽസമ്മയെ വിളിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. എൽസമ്മേ, ഇനി ധ്യാനമൊന്നും പള്ളി പട്ടമെന്നും പറഞ്ഞോണ്ട് നടന്നാലുണ്ടല്ലോ, നിന്റെ മക്കളുടെ ഭാവിയും കൂടി കൈവിട്ടു പോകും. നിന്റെയോ ജീവിതം ഇങ്ങനെ തൊലഞ്ഞുപോയി, ഇനി നിന്റെ മക്കളുടെയും കൂടി അങ്ങനെയാകണോ എന്ന് ചോദിക്കാണ്. എങ്കിലും ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായാല് വീണ്ടും ഒന്നുകൂടി ആ പ്രശ്നം ഗുരുതരമാകുകയല്ലേ ഉള്ളൂ. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഞങ്ങള് പറഞ്ഞത് നീ അങ്ങ് അനുസരിക്ക്. എന്തായാലും തന്നിഷ്ടത്ത് നടക്കുകയല്ലേ, ഇതെങ്കിലും ഞങ്ങള് പറഞ്ഞൊന്ന് കേക്ക് എന്ന് പറഞ്ഞാണ്ട് സഹോദരങ്ങൾ അവിടുന്ന് പോകുന്നുണ്ട്. എൽസമ്മ ആകെപ്പാടെ മൂഡോഫായിരിക്കുമ്പോ ഡാനിയ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ? മമ്മിയോട് എത്ര പറഞ്ഞാലും മമ്മി കേക്കില്ല. മമ്മിക്ക് എന്താ ഇപ്പോ അലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണോ? അവള് കാരണം എല്ലാം നശിച്ചോണ്ടിരിക്കാണ്. നമ്മുടെ പപ്പയ്ക്ക് നമ്മളെ വേണ്ട. ഇപ്പൊ എവിടുന്നോ കൊണ്ടുവന്ന ഒരുത്തിനെ രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കല്ലേ, ദുഷ്ടൻ എന്ന് പറയുമ്പം എലിസമ്മ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോന്നുണ്ട്. ടോജോയും അവളുടെ ടെൽസയും നോക്കി നിൽക്കാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ റീത്താമ്മച്ചിനാണ്. റീത്താമ്മയാണെങ്കിൽ നേരെ പൗലോസിനെ കോൾ ചെയ്യുന്നുണ്ട്. എടാ പൗലോസേ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഉണ്ട് റീത്താമ്മച്ചി, എന്താച്ചാ പറഞ്ഞോ, എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കാണ്. അല്ലടാ, നീ രഹസ്യത്തില് ആ പാലക്കാരുടെ അഡ്രസ്സ് ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം, ഏത് പാലക്കാരി? എടാ, അവളെ നോക്കാൻ വേണ്ടി അവളെ ഇവിടെ കൊണ്ടാക്കാനായിട്ട് ഒരുത്തൻ വന്നില്ലേ, ഒരു ബാലചന്ദ്രൻ. അയാൾ ആരെന്നാ പറഞ്ഞത്? ഇവളുടെ വളർത്തച്ഛനാണെന്നാ പറഞ്ഞത്. പേരും ഊരൊന്നും വേറൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിലേ നീ ആൻ്റപ്പനോടൊന്ന് ചോദിച്ചു നോക്ക്. ആൻ്റപ്പൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ, അയാള് ഒന്നും വിട്ടു പറയില്ല. അയാൾക്ക് പേടിയാ യജമാനുടെ കൂറ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവസാനം അത് നമുക്ക് തന്നെ വള്ളിയാകും. എങ്കിൽ വേണ്ട, അവളുടെ തള്ളയെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്ന് ചോദിക്കുമ്പം ഞാൻ എന്തായാലും രഹസ്യമായിട്ട് അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കാം. പാലയിലാണെന്ന് ഞാൻ അറിഞ്ഞു. അവിടെ കൃത്യമായ സ്ഥലം എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അതുപോലെ അവളുടെ പേരെന്താണ് എന്നൊരു അഡ്രസ്സും കൂടെ അറിഞ്ഞാൽ വലിയ കാര്യമാവും. എന്താ റീത്ത ചേച്ചി, അങ്ങോട്ടേക്ക് പോകാനാണോ? പിന്നല്ലാതെ, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവളിവിടെ അങ്ങനെ നിലയുറപ്പിക്കണ്ട. അവളുടെ തള്ള അറിയട്ടെ ഇങ്ങനൊരു മോളുണ്ടെന്ന് എന്ന് പറയുന്ന കേട്ട് പൗലോസ് കട്ടാക്കാണ്. നേരെ ഔതക്കുട്ടിയും സ്റ്റാലിയും സംസാരിക്കുന്ന അവരുടെ വാതിൽക്കൽ വന്ന് ഒളിഞ്ഞു നിൽക്കേണ്ട പൗലോസ്. ഈ സമയത്ത് അവർ അതേ കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇനിയൊരു പക്ഷേ അലിനയുടെ കാര്യം അവൾ അറിഞ്ഞാലോ? വൈജ അറിഞ്ഞിട്ട് വന്നവളുടെ കുഞ്ഞിനെ ചോദിച്ചാ എന്ത് ചെയ്യും ലാലിച്ച? ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ട് കൊടുക്കില്ല. എൻ്റെ അലീന 23 വർഷത്തിന് ശേഷം എൻ്റെ കയ്യിൽ കിട്ടിയതാ എൻ്റെ കുഞ്ഞിനെ. വൈജയന്തി അന്ന് ഗർഭിണിയായിരുന്നപ്പോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ അതൊരു പെൺകുട്ടിയാവാനായിട്ട്. അവളെ താലോലിക്കാനും കൊഞ്ചിക്കാനും ഞാൻ ഒരുപാട് കൊതിച്ചു. പക്ഷെ ഇങ്ങനെയാവുമെന്ന് ഒരിക്കലും കരുതിയില്ല. അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും കുടുംബക്കാരും എല്ലാം ഉണ്ടായിട്ടും എൻ്റെ കുഞ്ഞ് ഇത്രയും കാലം അനാഥ കുഞ്ഞായിട്ട് ജീവിച്ചില്ലേ അപ്പച്ച. അത് ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ചു നേറി പോകുകയാ. ഞാനിവിടെ ആർഭാട ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിക്കുമ്പം എൻ്റെ കുഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുകയല്ലായിരുന്നോ? നല്ല തുണി ഉടുക്കാനില്ലാതെ വെള്ളവരുടെ കീറിപ്പറഞ്ഞ മുഷ്ണിയ തുണികളല്ലേ എൻ്റെ കുഞ്ഞുടുത്തത്. അതൊക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് സഹിക്കാനാവുന്നില്ല.
അത് ഓർക്കുമ്പോഴാണ് കൊല്ലപ്പള്ളിക്കാരോട് എനിക്ക് അവരെ കൊല്ലാതെ ദേഷ്യം വരുന്നത്. അപ്പച്ചനും അതിന് കൂട്ടുന്നല്ലോ എന്ന് പറയുമ്പം ലാലിച്ച നീ അതൊക്കെ അങ്ങ് വിട്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. വൈജയന്തി ഇപ്പൊ പാലായില് എന്തെടുക്ക, ഒരു ബാങ്കിൽ ഇപ്പോ ഉദ്യോഗസ്ഥയാ. അപ്പോ ബാലേന്ദ്രന് വൈജിയോട് സത്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞില്ലേ? ഇല്ല അപ്പച്ച, ഒന്നും പറഞ്ഞിട്ടില്ല. ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ പറഞ്ഞാല് അവൾ അറിഞ്ഞ ഡിവോഴ്സ് ചെയ്യുന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ടെന്നാലും ഒന്നും അവളോട് പറഞ്ഞിട്ടില്ല. അപ്പോ ശിവനും ഗംഗാധരനും ആരും അവളോടൊന്നും അറിയിച്ചിട്ടില്ലേ? ഇല്ല, വൈജി ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവളെ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി തന്നെയാണ് അവളിപ്പോഴും കരുതുന്നത്. ഇതുവരേക്കും ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം വൈജിക്ക് അറിയില്ല അപ്പച്ച എന്ന് പറയുന്നുണ്ട്. അത് വലുത് കഷ്ടായി പോയി. ഇനിയെങ്കിലും അവളോടൊന്ന് പറയായിരുന്നു അവളുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന്. അങ്ങനെയെങ്കിലും വൈജി അറിയട്ടെ. വേണ്ട, അവൾ അറിയണ്ട. അവൾ അറിഞ്ഞാൽ അപ്പച്ചൻ പറഞ്ഞൊരു പക്ഷേ അവളെ കുഞ്ഞിനെ തപ്പി വരും. അലീനെ തപ്പി വന്നു കഴിഞ്ഞാൽ അവളെ കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല. എന്റെ മോളിനെ ജീവിതകാലം മുഴുവനും എന്റെ കൂടെ വേണം. അങ്ങനെ പറ്റില്ലല്ലോ ലാലിച്ച. അവളെ വിവാഹം കഴിച്ച് വേദത്തിന്റെ കൈ പിടിച്ച് കൊടുക്കണ്ടേ? എങ്കിലും അത് എന്റെ അടുത്തുനിന്ന് വേണം അവളെ കൊണ്ട് പോവാൻ. എന്റെ കണ്ണത്തും വിട്ട് ദൂരത്ത് തന്നെ അവൾ കാണാൻ വേണം. അവളെ ഞാൻ അങ്ങനെ പറഞ്ഞയക്കില്ല. എന്റെ മോളില്ലാതെ ഒരു ദിവസം പോലും എനിക്കിപ്പോ കഴിയാൻ പറ്റില്ല അപ്പച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് കൂടി അവൻ സിപ്പ് ചെയ്യണ്ട്. പാലയിലെ ബാലചന്ദ്രൻ വലിയ ബിസിനസ്സുകാരനൊക്കെയാ. വൈജി ഇപ്പോ സന്തോഷമായിട്ട് ജീവിക്കാം. അങ്ങനെ തന്നെ ജീവിക്കട്ടെ. എന്തായാലും ഇപ്പൊ സത്യങ്ങളൊന്നും അവരറിയിക്കണ്ട. അലീനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അവരാരും അറിയാൻ വേണ്ട. വൈജിയും ബാലേന്ദ്രനും ഇപ്പൊ ഒന്നിച്ചല്ലെന്നല്ലേ നീ പറഞ്ഞത്? ഒരുപക്ഷെ അടിമൂത്ത് കഴിയുമ്പം അയാളെ വിളിച്ചു പറഞ്ഞാലോ? പറയുമ്പോ പറയട്ടെ, എങ്കിലും എന്റെ മോളെ ഞാൻ കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാണ് സ്റ്റാൻലി. പൗലോസ് കേട്ട വിവരങ്ങളെല്ലാം റീതാമ്മയെ പറഞ്ഞു ഏൽപ്പിക്കുകയാണ്. പാലായിലെ ബിസിനസ്സുകാരാണ് ബാലേന്ദ്രൻ. അവരുടെ വൈഫാണ് വൈജയന്തി. വൈജയന്തി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ഇത്രയും കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്ന് പറയുമ്പം അത് മതി പൗലോസെ, ഒത്തിരി നന്ദിയുണ്ട്. എന്തായാലും മറ്റെന്തെങ്കിലും ന്യൂസ് കിട്ടുകയാണെങ്കിൽ അറിയിക്കണേ. പിന്നെ അവളവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ അലീന? ഉണ്ട് റീതാമേ, അവൾ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ പോവാനാ? ഇപ്പോ എന്നെ ഭരിക്കുക, അവൾ തന്നെ അടുക്കള കൈയടക്കിയിരിക്കുക. ഞാൻ പിന്നെ ജോലി പോയിട്ട് തിരിച്ചു കയറി വന്നതല്ലേ, അതിൻ്റെതായിട്ടുള്ള എല്ലാ തള്ളലും എന്നോടുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് റീത്താമ്മ കട്ടാക്കാണ്. അങ്ങനെ റീത്താമ്മ പാലയിലേക്ക് പോവാൻ തീരുമാനിക്കുന്നുണ്ട്. ഈ സമയത്ത് എൽസമ്മ പറയാണ്, ചേച്ചി അതിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ പോയിട്ട് അവരെയൊക്കെ അറിയിച്ച് കലഹം ഉണ്ടാക്കണോ? അവരുടെ ഭർത്താവ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അറിഞ്ഞാല് വലിയ പ്രശ്നമാവില്ലേ? എന്തിനാടി നിനക്കതിനൊരു വിഷമം? അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. പിഴച്ചിടുന്ന കഥകളൊക്കെ നാടും വീടും എല്ലാം അറിയട്ടെ. ആരും അറിയാതെ എവിടെങ്കിലും പോയി പിഴച്ച് പ്രസവിച്ചിട്ട് അതിനെ കൊണ്ട് ഏതെങ്കിലും കുപ്പത്തൊട്ടിക്കൊണ്ട് കളയും. എന്നിട്ട് വേർത്തിനം കിട്ടി സുഖമായിട്ടങ്ങ് ജീവിക്കും. അങ്ങനെയുള്ളവന്മാരൊക്കെ ഒന്നറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോകാനിറങ്ങാണ് റീതാമ്മ. വണ്ടിയിൽ കയറി സീറ്റ് ബെൽറ്റ് ധരിച്ച് റീതാമ്മ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. എൽസമ്മയും ടാനിയും ടെൽസയും ടോജോയും അത് നോക്കി നിൽക്കാണ്. ആങ്ങളമാരെല്ലാം റീത്ത വിളിച്ചറിയിക്കുന്നുണ്ട് താൻ പാലായ്ക്ക് പോവാണെന്ന്. എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം ഒന്നുകൂടി റീത്തമ്മയെ ഓർപ്പിക്കുമ്പം അത് എന്നോട് പറഞ്ഞ കാര്യമുണ്ടോ, ഞാനതിൻ്റെ വശം പോലെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാലയിലേക്ക് റീത്തമ്മ പോണത് തൻ്റെ കൂട്ടുകാരിയായിരുന്ന ഒരാളെ കാണാനാണ്. അവരെ ആൻസി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കാണാനാണ് റീത്താമ്മ പോണത്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ആൻസി അവിടെ തന്നെ ഉണ്ടാവും. ആൻസി, ഞാനൊരു കാര്യം അന്വേഷിക്കേണ്ടി വന്നാണ്. പാലായിലെ ഒട്ടുമിക്ക പ്രമാണിമാരെയും നിനക്കറിയാലോ എന്ന് ചോദിക്കുമ്പം അതറിയാം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ടെക്സ്റ്റൈൽ ഷോപ്പും ഹാർഡ്വെയർ ഷോപ്പും സ്വർണ്ണക്കടകളും ഉള്ള ബാലചന്ദ്രമേനനെ അറിയുമെന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ അത് വലിയൊരു ബിസിനസ്സുകാരനല്ലേ, എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അയാളുടെ ഭാര്യ വൈജയന്തിയാണോ? അതെ, വൈജയന്തിയാ. അവര് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാ, എനിക്കറിയാം. എന്താടി എന്ന് ചോദിക്കുമ്പം എന്തായാലും വന്ന കാര്യം എളുപ്പമായി. ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും അറിഞ്ഞല്ലോ. എന്താ കാര്യം? അതൊക്കെയുണ്ട്, ഒരു കുടുംബ വിഷയമാണ്. അവിടെ പോയിട്ട് ഒന്ന് ചർച്ച ചെയ്യണം. അവരുടെ വീടിന്റെ അഡ്രസ്സ് തരാൻ പറയുമ്പം അവര് അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ലൊക്കേഷനും പറഞ്ഞു കൊടുക്കാണ്.
ബാലചന്ദ്രനെ ഈ പാലായിൽ എല്ലാവർക്കും അറിയാം. കാരണം പെട്ടെന്ന് തഴച്ചു വളർന്ന ഒരു ബിസിനസ്സുകാരനാ. ആദ്യമൊക്കെ ഒരു തറവാട്ടിലെ ജോലിക്കാരനായിരുന്നു. അവിടുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഉയരങ്ങളിലേക്ക് വന്ന ഒരാളാ. ഇപ്പോൾ ഹാർഡ്വെയർ ഷോപ്പും വലിയ തുണിക്കടയും വലിയ സ്വർണ്ണക്കടയും ഒക്കെ ഉണ്ട്. വലിയൊരു മുതലാളിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശരി ശരി ഞാനൊന്ന് ഇറങ്ങട്ടെ. അയ്യോ ഒന്നും കഴിക്കാതെ പോവാണോ? അതിനൊന്നുള്ള സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബ പ്രശ്നമാണ്, അത്യാവശ്യമായിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് റീത്താമ്മ ഇറങ്ങാണ്. മേടിച്ച അഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് നേരെ റീത്താമ്മ അങ്ങനെ നെടുമ്പുരക്കൽ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ സുനിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊന്ന് ഗേറ്റ് തുറക്കുന്നുണ്ട്. റീത്തമ്മയുടെ കാർ ഓടിച്ച് അകത്തേക്ക് കയറ്റാണ്. അങ്ങനെ അകത്ത് കയറിയിരിക്കുമ്പം മേഡം വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം എടുത്തോളാൻ പറയുന്നുണ്ട്. അങ്ങനെ സുനിത ഫ്രഷ് ജ്യൂസ് കൊണ്ട് കൊടുക്കാണ്. വൈജയന്തിനെ ഒന്ന് ഫോൺ ചെയ്യണം, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറയാണ്. അങ്ങനെ ഫോൺ വിളിച്ചിട്ട് മേഡത്തിനെ കാണാൻ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, മേഡത്തിനെ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം അവരുടെ കയ്യിൽ ഫോൺ കൊടുക്ക് എന്ന് പറയുന്നുണ്ട്. ആരാ, എവിടുന്നാന്ന് ചോദിക്കാണ്. ഞാൻ അഞ്ജലിന്ന് വരാണ്, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതാ. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇനി 2 മണിക്കൂർ കൂടി ഡ്യൂട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ദൂരം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താണ് വന്നത്, തിരിച്ചും അതുപോലെ ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പോൾ അവിടെ ചെല്ലുമ്പം ഒരുപാട് രാത്രിയാകും. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ, അതുകൊണ്ട് ഒന്ന് ലീവ് എടുത്ത് വന്നിരുന്നെങ്കിൽ ഉപകാരമാണെന്ന് പറയുമ്പോൾ എങ്കിൽ വെയിറ്റ് ചെയ്യൂ, അരമണിക്കൂറിനുള്ളിൽ നടത്താമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് വൈജ ഫോൺ കട്ടാക്കാണ്. മേഡത്തിന് കഴിക്കണമെന്നെങ്കിലും വേണം ചോദിക്കുമ്പോൾ വേണ്ട എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ വൈജ അവരൊന്ന് ആലോചിക്കാണ്, ഇതാരെപ്പോൾ തന്നെ കാണാൻ അഞ്ജലിന്ന് വരുന്നത്, അഞ്ജൽ താൻ അറിയുകൂടിയില്ലല്ലോ എന്ന് ഓർക്കാണ്. അങ്ങനെ ഓഫീസർക്കെല്ലാം ഏകദേശം ഒതുക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് വൈജയന്തി ഇറങ്ങുന്നുണ്ട്. കൃഷ്ണയും ബബിതയും രോഹിയെല്ലാം സ്കൂളിലും കോളേജിലൊക്കെ പോയിരിക്കാണ്. ബാലനാണെങ്കിലോ കടയില്. ഈ സമയം സുനിത ചോദിക്കുന്നുണ്ട്, ബാലൻ സാറിനെ വിളിക്കണോ? വേണ്ട, വൈജയന്തിനെ മാത്രം കണ്ടാൽ മതി, എനിക്ക് വൈജയനാണ് കാണേണ്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വൈജയുടെ കാർ വീട്ടുമുറ്റത്തെത്തി. ആ കാറ് കൊണ്ട് ഇതാരാണ്, ഒരു പരിചയമില്ലല്ലോ എന്നും ഓർത്തുകൊണ്ട് വൈജ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോഴേക്കും റീത്ത അവിടെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അകത്ത് കയറി നോക്കുമ്പോൾ റീത്താനെ യാതൊരു പരിചയവും ഇല്ല. ഇതാരാപ്പാ എന്ന് ആലോചിച്ചുകൊണ്ട് വൈജ അവിടെ നിൽക്കാണേ. അപ്പോഴേക്ക് റീത്ത വൈജനെ കണ്ടുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. വൈജ അടുത്തേക്ക് വന്നിട്ട് ഇരിക്കുമെന്ന് പറയാണ്. അപ്പോൾ റീത്ത ഇരിക്കുന്നുണ്ട്. അല്ല, ആരാണെന്ന് മനസ്സിലായില്ലല്ലോ, എന്തിനാ എന്നെ കാണാൻ വേണ്ടി ഇത്ര ധൃതി വെച്ച് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സുനിത അപ്പോഴേക്കും ജ്യൂസുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വൈജയ്ക്കും അവർക്കും ഓരോ ഗ്ലാസ് ജ്യൂസ് കൊടുക്കാണ്. സുനിത അകത്തേക്ക് പോയിക്കോ എന്ന് പറയുമ്പം ശരി മേഡം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. എന്താ കാര്യം, നിങ്ങൾ ആരാ, എനിക്ക് മനസ്സിലായില്ലല്ലോ, കണ്ടിട്ടും ഒരു പരിചയമില്ല. എന്നെ നിങ്ങൾക്ക് പരിചയമില്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ട് കൂടിയില്ല. എന്നെ പറഞ്ഞാലും നിങ്ങൾ ഒത്തിരി അറിയാൻ പോണില്ല, എങ്കിലും അറിയാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല, ആരാണെന്ന് തെളിച്ച് പറയാമെന്ന് ചോദിക്കുമ്പം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജയം കൂട്ടിക്കൊണ്ട് അവർ സിറ്റൗട്ടിലേക്ക് നടക്കാണ്. ഞാൻ വന്നത് അഞ്ജലി എന്ന് പറഞ്ഞല്ലോ, പക്ഷേ അഞ്ജലി നിങ്ങൾക്കറിയില്ലായിരിക്കും. കൊളത്തൂപ്പുഴ നിങ്ങൾക്കറിയാമെന്ന് ചോദിക്കുമ്പം കൊളത്തൂപ്പുഴ ഞാൻ കേട്ടുണ്ടല്ലോ എന്നവൾ ആലോചിക്കുകയാണ്. അത് അലീന പോയ സ്ഥലമല്ലേ? അറിയാം, ഇവിടുന്ന് ഒരു ജോലിക്കാരി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ജോലിക്കാരിയോ? അതെ, അലീന എന്ന് പേരുള്ള ഒരു ജോലിക്കാരിയായിരുന്നു. അവൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയത്. എന്താ, അവൾ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയോ? ഹേയ്, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ വേലക്കാരി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുമ്പേ ഞാനാണെന്ന് പറയണമല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ പേര് റീത്താമ്മ, പുളിക്കൽ തറവാട്ടിലെ അംഗമാണ് ഞാൻ. നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുമ്പം ഇല്ല, കേട്ടുപരിചയമുണ്ട്, അങ്ങനെ വേറൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് 4 ആങ്ങളമാരും ഒരു സഹോദരിയുണ്ട്. എൻ്റെ സഹോദരിയുടെ പേര് എൽസമ്മ. അപ്പോൾ വൈജി ഓർക്കാണ് ഇവരാരാ എന്തായി പറയാൻ പോണെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊളുത്തപ്പുഴയിൽ ഒരു പ്ലാന്ററുണ്ട്. പ്ലാന്ററിൻ്റെ പേര് സ്റ്റാൻലി ജോസഫ്.
ആ പേര് കേട്ടപാടെ വൈജ ഒന്ന് ഞെട്ടി വിറച്ചുകൊണ്ട് റീതാമ്മനെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ആ പേര് കേട്ടപ്പോൾ വൈജയന്തിക്ക് ഏതാണ്ടൊക്കെ ഓർമ്മ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വൈജ ഒന്നും മിണ്ടാതെ ആ സിറ്റൗട്ടിലിരിക്കുകയാണ്. എന്താ വൈജയന്തി ഇപ്പൊ മനസ്സിലായെന്ന് ചോദിക്കുമ്പം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഈ പറഞ്ഞ സ്റ്റാൻലി എൻ്റെ ആരാണെന്ന് വൈജയ്ക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ വൈജി സംശയത്തോടെ അവരെ നോക്കാണ്. എൻ്റെ അനുജത്തിന്ന് ഞാൻ പറഞ്ഞല്ലോ എൽസമ്മ, ആ എൽസമ്മയുടെ ഭർത്താവാണ് ഈ പറഞ്ഞ സ്റ്റാൻലി എന്നുകൂടി കേൾക്കുമ്പം വൈജിക്ക് ആകെപ്പാടെ അങ്ങ് അങ്കലാപ്പായി. ഇതൊക്കെ എന്താണ് തന്നോട് പറയുന്നത്? സ്റ്റാൻലി തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചതിച്ചിട്ട് പോയാ അയാളെന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ, അയാളെക്കുറിച്ച് എന്തിനാ ഇപ്പം ഇങ്ങനെ പറഞ്ഞതെന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. അല്ല സ്റ്റാൻലി എൽസമ്മ, അതിനിപ്പോൾ ഞാനെന്ത് വേണം എന്ന് ചോദിക്കുമ്പം തനിക്ക് അത്യാവശ്യമുള്ള മറ്റൊരു കാര്യം കൊണ്ട് പറയാനാണ് ഞാൻ വന്നത്. ഈ സ്റ്റാൻലിക്ക് 10-23 വർഷം മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു ആഗ്രയിൽ വെച്ച്. അതാരാണെന്ന് വൈജിക്ക് അറിയാലോ. അത് താൻ തന്നെയാണെന്ന് തനിക്ക് മനസ്സിലായില്ലേ? ആ ബന്ധത്തിൽ തനിക്കൊരു കുഞ്ഞുണ്ടായ കാര്യം തനിക്ക് ഓർമ്മയുണ്ടെന്ന് ചോദിക്കുമ്പം വൈജ ആകെപ്പാടെ വെള്ളറി വെളുത്ത് നിൽക്കാണ്. ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് തൻ്റെ അപ്പനും തൻ്റെ സഹോദരന്മാരും കൂടി തന്നെ പറഞ്ഞു പറ്റിച്ചില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും വൈജ ഞെട്ടലോട് കൂടിയിട്ട് അവളെ നോക്കുന്നുണ്ട്. പറഞ്ഞു പറ്റിച്ചെന്നോ? എൻ്റെ കുഞ്ഞ് അന്നേ മരിച്ചു പോയതാ. പിറ്റേ ദിവസം ഞാൻ കണ്ണു തുറന്നപ്പോൾ എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ആ കുഞ്ഞ് മരിച്ചിട്ടില്ല, അതൊരു പെൺകുഞ്ഞായിരുന്നു. നിന്റെ അച്ഛനും നിന്റെ സഹോദരങ്ങളും കൂടി നൈസായിട്ട് അതിനെ അങ്ങ് മാറ്റി ഒഴിവാക്കിന്ന് വേണേൽ പറയാം. കൊല്ലാൻ തോന്നാത്ത കൊണ്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞിനെ അവർ ഓർഫനേജിലാക്കി എന്ന് പറയുമ്പോഴേക്കും വൈജ വളരെ വെളുത്ത് ഞെട്ടി വിറച്ച് നിൽക്കാണ്. നിങ്ങളീ പറഞ്ഞൊക്കെ സത്യമാണോ? എൻ്റെ കുഞ്ഞ് മരിച്ചില്ലേ? ഇല്ല, നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. അത് നിന്റെ സഹോദരന്മാർക്ക് 3 പേർക്കും നിന്റെ ഭർത്താവ് നിന്റെ അച്ഛനും ആ കാര്യങ്ങളെല്ലാം അറിയാം എന്ന് പറയുന്നുണ്ട്. ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനായി നിൽക്കുകയാണ് വൈജ. ഇനി സ്റ്റാലിയും എൽസമ്മയും ഞാനും നിന്റെ പ്രസവമായിട്ടെന്താ ബന്ധമൊന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. കുറച്ച് നാൾക്ക് മുമ്പ് ഇവിടുന്ന് ഒരു പെണ്ണ്, ഒരു ജോലിക്കാരി ആ സ്റ്റാലിയുടെ വീട്ടിലേക്ക് പോയിരുന്നല്ലോ. അവള് വേറെ ആരുമല്ല, നീ പ്രസവിച്ച നിന്റെ സ്വന്തം മകളാ അലീന സ്റ്റാൻലി ജോസഫ്. സ്റ്റാൻലി ജോസഫിൻ്റെയും നിന്റെ മകളാണ് അലീന എന്നുകൂടി പറയാണ്. അതുകൂടി കേൾക്കുമ്പോൾ വൈജയ്ക്ക് സമനിലെത്തിപ്പോന്നുള്ള തോന്നുന്നുണ്ട്. ഇത്രയും കാലം താൻ ഉപദ്രവിച്ച്, താൻ പുച്ഛിച്ച്, മോശം പറഞ്ഞ, അപവാദം പറഞ്ഞ, തനിക്ക് കണ്ടുകൂടാത്ത വെറുപ്പുള്ള ആ അലീന തൻ്റെ മകളാണെന്നോ എന്ന് സംശയിച്ച് നിൽക്കാണ്. നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണോ? അലീന അവളെൻ്റെ മകളാണോ? ഞാനീ പറഞ്ഞത് 100% സത്യമാണ്. അതിനൊരു മാറ്റമില്ല. അലീന ഇപ്പോൾ ഉള്ളത് സ്റ്റാലിൻ്റെ വീട്ടിലാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഒരു പ്ലാന്ററിൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭർത്താവാണ് അവളെ കൊണ്ടുവന്ന് ആക്കിയെന്ന് പറയുമ്പം തൻ്റെ ഭർത്താവ് ബാലചന്ദ്രമേനോനല്ലേ? അയാൾക്കും സത്യങ്ങളെല്ലാം അറിയാം. അലീന നിന്റെ മകളാണെന്നും അറിയാം. അതുകൊണ്ട് തന്നെയാ സ്റ്റാലിൻ ജോസഫിനടുത്തേക്ക് തന്നെ അവളെ കൊണ്ട് ഏൽപ്പിച്ചത്. അതുകൂടി കേൾക്കുമ്പോൾ വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒറ്റയടിക്ക് കുറേ ഷോക്കുകൾ താങ്ങാനാവുന്നതിലപ്പുറമായെന്ന് വൈജയ്ക്ക് തോന്നുന്നുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ടാ തൻ്റെ ഭർത്താവ് അവളെ കൊണ്ടുവന്ന് കൊളുത്തുപുഴയിലാക്കിയത്. സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ട് അയാൾ ഇവിടെ കാണാനും വന്നിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാമല്ലോ, അപ്പന് പിറന്നാൽ ഇങ്ങനെ തന്നെയാവണമെന്ന് പഴമക്കാര് പറയാമല്ലോ. അത് മാത്രമല്ല, അവിഹിത ബന്ധത്തിലുണ്ടാകുന്ന കൊച്ചുങ്ങൾക്കെല്ലാം അവരുടെ കുടുംബക്കാർ അതേ ചായിരിക്കുന്നു പറഞ്ഞ് താൻ കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. ഈ പറഞ്ഞ അലീന ഉണ്ടല്ലോ, എൻ്റെ എൽസമ്മയുടെ അമ്മായിയമ്മ, അതായത് ഈ സ്റ്റാലിയുടെ തള്ള, മരിച്ചുപോയ ചിന്നമ്മയുടെ താനി പകർപ്പ. 1 ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. മുടിയും കണ്ണും പൊക്കവും വണ്ണവും ചിരിയും എല്ലാം അതുപോലെ തന്നെ, പറിച്ചു പോലെ തന്നെയുണ്ട് ആ ചിന്നമ്മയായിട്ട്. അതുകൊണ്ട് DNA പരിശോധിക്കേണ്ട ഒരാവശ്യമില്ല. അവള് സ്റ്റാലിയുടെ മകള് തന്നെയാ. ഇപ്പം മനസ്സിലായില്ലേ എന്താ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന്? എൻ്റെ അനുജത്തിയെ കെട്ടിയവരാണ് ഈ പറഞ്ഞ സ്റ്റാൻലി ജോസഫ്. എൻ്റെ അനുജത്തിയും മക്കളെയും അയാൾ നോക്കാറ് കൂടിയില്ല. ഉപേക്ഷ മട്ടാം, കാശ് മാത്രം അയച്ചു തരും, അല്ലാതെ ഒരു ബന്ധവും ഇല്ല. ഇപ്പം ഈ അലീന അവിടെ കൊളത്തുപള്ളിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ സ്വത്തുക്കൾ മുഴുവനും സ്റ്റാൻലി അവൾക്ക് എഴുതി കൊടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെയാണ് സംഭവിച്ചാൽ എൻ്റെ അനുജത്തിക്കും മക്കൾക്കും പിന്നെ ഒന്നും ഇല്ലാതാകും. അവിടെ ഇപ്പോൾ തന്നെ അവർക്ക് ഒരവകാശമില്ല. അതിൻ്റെ കൂടി അവിഹിത സ്വന്തത്തെ കൂടി വന്നതിൽ പിന്നെ അവർക്ക് ഒരു അവകാശം ഇല്ലെന്നായി. എൻ്റെ അനുജത്തിക്കും മക്കൾക്കും വേണ്ടി ന്യായം ചോദിക്കാൻ ഞങ്ങളെല്ലാവരും പോയിരുന്നു. അവിടെ വെച്ച സ്റ്റാൻലി ഞങ്ങളെ ആട്ടിപ്പായിക്കാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ.
എൻ്റെ അനുജത്തിക്കും മക്കൾക്കും ഭാരമായിട്ട് അലീന അവൾ ഉണ്ടാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവളെ അവിടുന്ന് പോയി വിളിച്ചോളൂന്ന് താൻ നോക്കണം. അവൾ അവിടെ ഉണ്ടായാൽ ഉറപ്പായിട്ടും എൻ്റെ കൈ കൊണ്ടായിരിക്കും അവളുടെ മരണമെന്നും കൂടി റീത്തമ്മ ഭീഷണിപ്പെടുത്താണ്. റീത്ത പറഞ്ഞത് കേട്ട് വൈജി ഒന്ന് ഞെട്ടുന്നുണ്ട്. തൻ്റെ മകളെ അവൾ കൊല്ലാൻ നോക്കുന്നല്ലേ അവളിപ്പോൾ പറഞ്ഞിട്ട് പോയത് വൈജി ഓർക്കുന്നുണ്ട്. റീത്താമ്മ ഒരു കാര്യം കൂടി പറയാണ്, ഏറിപ്പോയാൽ ഒരാഴ്ച കൂടി ഞാൻ സമയം തരും. അതിനിപ്പുറം അലീന അവിടുന്ന് പോയിരിക്കണം. അല്ലാത്ത പക്ഷം അവളുടെ ജഡമായിരിക്കും നീ പിന്നെ കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് റീത്ത അവിടെ നിന്നിറങ്ങി കാറിൽ കയറി പോകുന്നുണ്ട്. എല്ലാം കൂടെ കേട്ട് ആകെപ്പാടെ തലറങ്ങുന്നോള് തോന്നുവാണ് വൈജിക്ക്. അവിടുത്തെ തൂണിൽ പിടിച്ചുകൊണ്ട് ചാരി ഇങ്ങനെ കിടക്കാണ്. എന്തൊക്കെയാ ഞാനിപ്പോൾ കേട്ടത്? വെറും 15 നിമിഷം കൊണ്ട് എന്തൊക്കെയാ സ്ത്രീ പറഞ്ഞിട്ട് പോയത്? അലീന തൻ്റെ മകളാണെന്നോ? സ്റ്റാലിക്കും ജനിച്ച മകൾ മരിച്ചില്ലാന്നോ? അവളാണോ ഇത്രയും പ്രായമായി വളർന്നു വലുതായ ഒരു സുന്ദരി പെൺകുട്ടിയായിട്ട് തൻ്റെ മുമ്പിൽ വന്നത്? അവളിപ്പോ പോയിരിക്കുന്നത് അവളുടെ അച്ഛനെ തേടിയാ, സ്റ്റാൻലി ജോസഫിനെ തേടി. അവളിപ്പോ അവിടെ തന്നെയുണ്ട്. അതിലും ഷോക്കിംഗ് ന്യൂസ്, തൻ്റെ ഭർത്താവ് തൻ്റെ മുൻചരിത്രങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. തൻ്റെ അവിഹിത കഥകളും തൻ്റെ എല്ലാ പഴയ കാര്യങ്ങളും അയാൾ അറിഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ അയാൾ ഭാവിക്കുകയായിരുന്നു ഇത്രയും കാലം. സ്റ്റാലിനെ തേടി കണ്ടുപിടിച്ച് തന്നെയാണ് ബാലൻ അങ്ങോട്ടേക്ക് ഉണ്ടാക്കിയത്. അപ്പോഴാണ് വൈജിക്ക് മനസ്സിലാവുന്നത് തന്നെ അകറ്റി നിർത്തുന്നതിൻ്റെയും വേറെ റൂം മാറി കിടക്കുന്നതിൻ്റെയും അറ്റാക്ക് ഉണ്ടായതിൻ്റെയൊക്കെ കാരണങ്ങൾ. അലീനേനെ അയാൾ അത്രയ്ക്ക് സ്നേഹിച്ചോലേ എന്ന് വൈജി ഓർക്കാണ്. വൈജിക്ക് ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ഒരെത്തുമ്പിടിയും കിട്ടുന്നില്ല. ആരെ വിളിക്കണം? ആരോട് പറയണം? അലീനനെ ഒരാഴ്ചക്കുള്ളിൽ അവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തൻ്റെ മോളെ അവളെ കൊന്നുകളയുന്നു. തൻ്റെ മോള് അലീന, എൻ്റെ മോള്, എൻ്റെ മൂത്ത മോള്. അവള് അന്നൊരു ദിവസം പറഞ്ഞതാ, നിങ്ങൾ എൻ്റെ അമ്മയാ, അമ്മയെപ്പോലെയാണെന്ന്. അന്ന് ഞാൻ പറഞ്ഞു, ഒരിക്കലും നിന്നെപ്പോലൊരു മകൾ എനിക്കുണ്ടാകാൻ പാടില്ല എന്ന്. എൻ്റെ ഈശ്വര, അത് എൻ്റെ മകൾ തന്നെയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ ഒരു നിശബ്ദയിൽ നിന്നും പൊട്ടിക്കരച്ചിലേക്ക് മാറി. അത്രയും നേരം ഒരു വിരലോട് കൂടിയിട്ട് അതെല്ലാം ഒരു ഞെട്ടലോടുകൂടി കേട്ടു നിൽക്കാറുണ്ട് വൈജ. അണ പൊട്ടി ഒഴുകുകയാണിപ്പോൾ വൈജയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര്. തനിക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ ഒന്നും അറിയില്ല. ആകെപ്പാടെ ഒരു ശൂന്യാകാശം നിൽക്കുന്നത് പോലെ വൈജയ്ക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ഞെട്ടി നോക്കുകയാണ് വൈജ. നോക്കുമ്പം അത് കമ്പനി ഫോൺ ആയിരിക്കും. പെട്ടെന്ന് അത് കട്ടാക്കി ഇട്ടിട്ട് വീണ്ടും ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവളൊരു കാര്യം ഓർത്തത്. കൊല്ലപ്പള്ളിയിൽ ശിവശങ്കരമനുണ്ട്. അയാള് അങ്ങോട്ടേക്ക് തിരിച്ചു പോയില്ലല്ലോ. അപ്പോൾ തന്നെ കാറും എടുത്തുകൊണ്ട് നേരെ വൈജ കൊല്ലപ്പള്ളിക്ക് പോവാണ്. വൈജ വരുന്ന വരവ് കണ്ട് മിട്ടത്തിരുന്ന ശിവൻ പോലും ഞെട്ടിപ്പോയി. ചാടി എണീച്ചുകൊണ്ട് ശിവൻ ചോദിക്കാണ്, എന്തൊരു സ്പീഡാടി നിനക്ക്? ഒരു തവണ ഹോസ്പിറ്റലായത് മറന്നുപോയോ? 2ാം തവണയും ഹോസ്പിറ്റലിൽ കിടക്കാനാണ് നിന്റെ പ്ലാൻ? അപ്പോഴേക്കും ഡോറിന്റെ കാർ വലിച്ചടച്ചുകൊണ്ട് വൈജ ശിവന് നേരെ ചീറി പാഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എന്താ വൈജെ, എന്താ പ്രശ്നം? വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അലീന വീണ്ടും വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശിവന്റെ മുഖത്തേക്ക് ഒരു സെക്കൻഡ് നോക്കി നിൽക്കാണ് വൈജ. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്തു പറ്റി വൈജെ എന്ന് ചോദിക്കുമ്പം, ശിവേട്ടാ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നോട് കൃത്യമായ മറുപടി പറയണം. അതിൽ ഒരംശം പോലും കളവ് പാടില്ല. എന്താ നിനക്കെന്താ അറിയണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ മകൾ ജീവനോടെ ഉണ്ടോ? അപ്പോഴേക്ക് ശിവന് എന്ത് പറയണമെന്നറിയില്ല. പറ ശിവേട്ടാ, 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസവിച്ച എൻ്റെ മകള്, നിങ്ങൾക്ക് മരിച്ചുപോയെന്ന് പറഞ്ഞ എൻ്റെ കുട്ടി ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അയാളൊന്നും മിണ്ടാതെ തിരിഞ്ഞു നിൽക്കാണ്. പിടിച്ച് തിരിച്ചു നിർത്തിയിട്ട്, ശിവേട്ടാ, ഞാൻ ചോദിച്ചൊരു മറുപടി പറ, എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ? അപ്പോഴേക്കും ശിവൻ പറയാണ് ഉണ്ടെന്ന്. അത് കേൾക്കുമ്പം വൈജിക്ക് ആകെപ്പാടെ വേർത്ത് കുളിക്കുന്നുണ്ട്. ഞെട്ടി വിറക്കുകയാണ്. അവള് അലീനയാണോ എന്നോട് ചോദിക്കുമ്പം ശിവന് ഞെട്ടുന്നുണ്ട്, വൈജി ഞെട്ടുകയാണ്. അതെ, അത് അലീനയാണെന്ന് ശിവന് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. ഇനി ഇവളുടെ മുമ്പിൽ സത്യനെ മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അവളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ആരുടെ വായിൽ നിന്നാണ് ഇതൊക്കെ അറിഞ്ഞെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. നിന്നോട് ഈ കഥകളെല്ലാം ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. അവളിപ്പോൾ ഉള്ളത് ആ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലാണെന്നും കൂടി ചോദിക്കുമ്പോഴേക്കും ശിവന് ആകെപ്പാടെ കൈവിട്ടു പോയെന്ന് മനസ്സിലായി. അത് നീ എങ്ങനെ അറിഞ്ഞത്? പറ ശിവേട്ടാ, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? അവളിപ്പോൾ ഉള്ളത് സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലാണോ?
അപ്പോഴേക്കും അതേന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് വൈജ ഞെട്ട് തിരിഞ്ഞു നോക്കുമ്പം അത് മനു ആയിരിക്കും. മനു രംഗത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതെ, ആൻറ്റി പറഞ്ഞതൊക്കെ ശരി തന്നെയാ. ആൻറ്റിയുടെ മകളാണ് അലീന. 23 വർഷങ്ങൾക്ക് മുമ്പ് ആൻറ്റി പ്രസവിച്ച് മരിച്ചു പോയെന്ന് കരുതിയിരുന്ന അലീന തന്നെ. അവള് ഇപ്പോൾ ഉള്ളത് അവളുടെ സ്വന്തം അച്ഛൻ്റെ വീട്ടില്, കൊളത്തുപോലുള്ള സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലാ. എന്നുകൂടി കേൾക്കുമ്പം വൈജയ്ക്ക് എന്ത് പറഞ്ഞെന്നറിയില്ല. മനു അവൻ കൂടി തന്നെ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. അതറിഞ്ഞതോടെ വൈജയ്ക്ക് നിലനിൽപ്പില്ലാതായി. മനുവിനോട് വൈജി ചോദിക്കാണ്, അപ്പോൾ നിനക്കറിയായിരുന്നോ അവളെന്റെ മകളാണെന്ന്? അലീന അവളെന്റെ പൊന്നുമോളാണെന്ന് നിനക്കറിയായിരുന്നോ? അറിയാം ആൻറ്റി, നേരത്തെ അറിയാവുന്ന കാര്യമാണ്. എനിക്ക് മാത്രമല്ല, ഈ നിൽക്കുന്ന ശിവന്, എൻ്റെ അച്ഛനും, അതുപോലെ രാജീവൻ അങ്കിളിനും ഗംഗാധരൻ അങ്കിളിനും, പിന്നെ ആൻറ്റിയുടെ അമ്മയ്ക്ക് സഹിതം ഈ സത്യങ്ങളെല്ലാം അറിയാം. പിന്നെ കൃഷ്ണമോൾക്കും അറിയാം. എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾക്കോ എന്ന് ചോദിക്കാണ്. അതെ, അവളാണ് ആദ്യം സത്യങ്ങൾ അറിഞ്ഞത്, ഞങ്ങൾ അറിഞ്ഞതിന് മുമ്പേ എന്ന് പറയുന്നുണ്ട്. വൈജിക്ക് ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നതിൽ തോന്നുകയാണ്. ബാലേന്ദ്രന് ഈ സത്യങ്ങളൊക്കെ അറിയോ എന്നുകൂടി ചോദിക്കുമ്പം ശിവനും മനുവും പരസ്പരം മുഖത്തോടെ മുഖം നോക്കാണ്. വൈജ അതുകൂടി അറിഞ്ഞോ എന്ന് ഓർക്കാണ്. പറ മനു, ബാലൻ സത്യങ്ങളൊക്കെ അറിഞ്ഞോ? അപ്പൊ മനു ഒന്നും മിണ്ടുന്നില്ല. ഞാൻ അറിഞ്ഞു, ബാലൻ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്ന്. അറിഞ്ഞിട്ടാ അയാൾ സ്റ്റാൻലി ജോസഫിനെ കണ്ടെത്തി അവളുടെ അടുത്തേക്ക് തന്നെ എൻ്റെ മകളെ പറഞ്ഞയച്ചെന്ന്. ആണോ 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 മനു എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ആൻറ്റി, ആ പറഞ്ഞത് സത്യമാണ്. അങ്കിള് ഇപ്പോഴല്ല, കുറെ നാൾക്ക് മുമ്പ് തന്നെ സത്യങ്ങൾ അറിഞ്ഞതാ. അങ്കിളിന് അറ്റാക്ക് ഉണ്ടായില്ലേ, ആ സമയം അലീന ആനിയുടെ മകളാണെന്ന് അന്നേ തിരിച്ചറിഞ്ഞതാ. പിന്നെ ഈ സ്റ്റാൻലി ജോസഫിനെ തേടിയുള്ള യാത്ര അത് ഈ അടുത്തിടയില്ല. ആൻറ്റി അവളെ അവിടുന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോഴാണ് അവളെ ഏറ്റവും സുരക്ഷിതമായിട്ട് അവളുടെ അച്ഛനിലേക്ക് തന്നെ കൊണ്ടുവിടാൻ വേണ്ടി നമ്മുടെ അങ്കിൾ തീരുമാനിച്ചതെന്ന് മനു പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കേട്ടിട്ട് അവൾക്ക് ഒരു നിക്കിക്കളിയില്ല. എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. തല ഇറങ്ങുകയാണോ, തനിക്ക് വൊമിറ്റിങ് വരികയാണോ ഒന്നും അറിയില്ല. തൻ്റെ ഭർത്താവും എല്ലാം അറിഞ്ഞിരിക്കുന്നു. ആ സ്ത്രീ പറഞ്ഞിട്ട് പോയതെല്ലാം സത്യമാണ്. മനു ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റി, ഇപ്പോൾ നിങ്ങൾ തന്നെ അറിഞ്ഞത്? ബാലൻ ഞങ്ങൾ പറഞ്ഞോ? ഇല്ല. പിന്നെ ആരാ പറഞ്ഞേ? കൃഷ്ണമോളോ? ഇല്ല, കൃഷ്ണയെ പറഞ്ഞില്ല. മുത്തശ്ശിയാണോ? അതല്ല, ഞാൻ അറിഞ്ഞു. പിന്നെ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ അഞ്ജലിന്ന് ഒരു സ്ത്രീനെ കാണാൻ വന്നിരുന്നു. അവരുടെ പേര് റീതാന. ഈ പറഞ്ഞ സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യയുടെ ചേച്ചിയാ. ഒരാഴ്ചക്കുള്ളിൽ അലിനെ അവിടുന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ അലിനെ കൊന്നുകളെന്ന് പറഞ്ഞു അവർ എന്ന് പറയുമ്പോഴേക്കും മനു പറയാണ്, അവർ അങ്ങനെ പറഞ്ഞോ? അതെ, അവർ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാ അവരെന്നെ അറിയിക്കാൻ വന്നത്, തനിക്കിങ്ങനെ ഒരു മകളുണ്ടെന്ന്. താൻ പോയിട്ട് അവളെ കൊണ്ടുവന്ന് ഇവിടെ നോക്കണം. അവരുടെ അനീതിക്കും മക്കൾക്കും കിട്ടേണ്ട സ്വത്തുക്കളെല്ലാം അലീന തട്ടിയെടുക്കുമെന്ന് അവർക്ക് പേടിയുണ്ട്. അതുകൊണ്ടാ അവരിങ്ങോട്ടേക്ക് വന്നത്. ഞാൻ പോയി കൊണ്ടുവന്നില്ലെങ്കിൽ ഉറപ്പായും എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് അവർ പറഞ്ഞു എന്നും കൂടി പറയുമ്പം മനുവിന് ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എൻ്റെ കുഞ്ഞെന്ന് വൈദ്യുത വായിന് വന്നല്ലോ. അത് കേൾക്കുമ്പം ആൻറ്റി ഒന്നുകൊണ്ട് പേടിക്കണ്ട. അങ്ങനെ അവർ പറഞ്ഞതുപോലെ അത്ര ഈസിയല്ല. അലീനെ ഒന്ന് തൊടാൻ പോലും അവർക്കാർക്ക് സാധിക്കില്ല. ഒരു തവണ അവരൊരു പടയായിട്ട് വന്നതാ. അന്നും സ്റ്റാൻലിയുടെ തോക്കിന് മുമ്പിൽ എല്ലാവരും പേടിച്ച് വരച്ച് മുള്ളിപ്പോയതേ ഉള്ളൂ. ഇനി അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അവിടെ സ്റ്റാൻലി പപ്പയോളം വലുതായ കുറെ നായ്ക്കളും ഉണ്ട്. അവരാണ് അലീനയ്ക്ക് കാവൽ എന്ന് പറയുമ്പം സ്റ്റാൻലി പപ്പയോ? അത് പിന്നെ അലീന അങ്ങനെ വിളിക്കാറ്. അപ്പോ അലീനയ്ക്കും അറിയാല്ലേ താൻ അമ്മയാണെന്ന്? അറിയാം. അവളെല്ലാം അറിഞ്ഞുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. ആന്റിയെ കാണാനും ആന്റിയെ സ്നേഹിക്കാനുമാ ഒരു ജോലിക്കാരിയെ പോലെ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് എന്തൊക്കെയാ സംഭവിച്ചെന്ന് ആന്റിക്ക് അറിയാലോ. എങ്ങനെ പറയുമ്പം ശിവന്റെ കോളനെ കുത്തിപ്പിടിച്ച് വൈദ്യ ചോദിക്കുന്നുണ്ട്, എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നല്ലേ? എന്റെ മോള് മരിച്ചുപോയെന്നല്ലേ നിങ്ങളൊക്കെ പറഞ്ഞത്? എല്ലാരും കൂടി എന്നെ എത്ര ഒരു കണ്ണിന് കുടിപ്പിച്ചു. ആത്മഹത്യ ചെയ്യാൻ വരെ ഞാൻ പോയതല്ലേ? എത്ര കാലം ഞാനൊരു ഭ്രാന്തിയെ പോലെ ഒരു മുറിക്കകത്ത് അടച്ചിരുന്നു. എന്നിട്ട് പോലും എൻ്റെ കുഞ്ഞിനിരുന്നൊക്കെ നിങ്ങളതിനും കാണിച്ചില്ലല്ലോ. എൻ്റെ കുഞ്ഞുവേണ്ടി സന്തോഷമായിട്ട് ജീവിക്കാമെന്നല്ലോ. എന്തിനാ എൻ്റെ ജീവൻ തകർത്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ശിവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. താനൊന്നും അറിഞ്ഞിട്ടില്ല, അച്ഛനും ഗംഗേട്ടനും കൂടിയാണ് ഇതെല്ലാം ചെയ്തതെന്നും ആ കുട്ടീനെ കൊണ്ടുപോയി അനാഥാലയത്തിലാക്കിയെന്നും എല്ലാം പറയുന്നുണ്ട്. അവസാനം ബ്രിജിത്ത മമ്മി വന്നിട്ട് സത്യങ്ങൾ പറഞ്ഞതോടുകൂടി അവളെ പോയി കൊണ്ടുവരുന്നതും ശേഷം അലീന വന്നിട്ട് അമ്മയെ കാണുന്നതും
ബാലൻ സത്യങ്ങൾ അറിഞ്ഞതും പിന്നീട് കടത്തിക്കൊണ്ട് വന്ന സമയത്ത് അലീന ഞങ്ങളുടെ പെങ്ങളുടെ മകളാണെന്ന് ഞങ്ങൾ അറിയുന്നതും അങ്ങനെ എല്ലാ സത്യങ്ങളും ശിവൻ പറയാണ്. മനുവും പറയുന്നുണ്ട്, സത്യങ്ങളെല്ലാം ഞാനും പിന്നീടാണ് അറിഞ്ഞത്. ഒരുപാട് വൈകി. അങ്കിള് തന്നെയാ എന്നോടും പറഞ്ഞത്. കൃഷ്ണമോക്കും അങ്കിളിനും ഇപ്പൊ അറിയുള്ളൂ. ബാക്കി 2 മക്കൾക്കും സത്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഒടുവിലാണ് ആരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അങ്കിള് സ്റ്റാലിനെ അന്വേഷിച്ചിറങ്ങിയത്. അങ്ങനെ സ്റ്റാലിനെ അന്വേഷിച്ചിറങ്ങിയതും തപ്പി കണ്ടുപിടിച്ചതും അലിയനെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒന്നാം മുതല് അവസാനം വരെയുള്ള എല്ലാ സംഭവങ്ങളും പറഞ്ഞു കേൾപ്പിക്കുകയാണ്. സ്റ്റാലി എന്ന ആ ചതിയന്റെ കൂടെ എൻ്റെ മകൾ ജീവിക്കണ്ട എന്നുകൂടി വൈജ പറയുമ്പോൾ മനു പറയാണ്, സ്റ്റാലിയുടെ സൈഡില് ഒരു തെറ്റുമില്ല. അദ്ദേഹം ഒരു പാവമാണ്. ആന്റിയെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ, ചതിച്ചിട്ടില്ല എന്ന് പറയുമ്പം ഞെട്ടലോട് കൂടിയിട്ട് വൈജ തിരിഞ്ഞു നോക്കാണ്. നീ എന്താ പറഞ്ഞേ? അയാൾ ചതിച്ചില്ലെന്നോ? പൂർണ്ണ ഗർഭിണിയായി എന്നെയും കടന്ന് വിട്ടിട്ട് അയാളെ കടന്നു കളഞ്ഞു. അയാൾ ഒറ്റൊരുത്തം കാരണമാണ് ഞാനിപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്നത്. അയാളുടെ സ്നേഹത്തില് ഞാൻ വീണുപോയി. അല്ലേ ആന്റി, ആന്റി പറഞ്ഞത് സത്യമൊന്നും അല്ല. ആന്റി കേട്ടതല്ല സത്യം. ഇവരെല്ലാരും കൂടി ആന്റി ചതിക്കുകയായിരുന്നു എന്ന് പറയുമ്പം വീണ്ടും ശിവനെ നോക്കാണ്. അപ്പോഴാണ് മനു പറയുന്നത്, പണ്ട് ഇതുപോലെ വൈജയുടെ പ്രസവം കഴിഞ്ഞു കുഞ്ഞ് മരിച്ചുപോയെന്ന് പറയുന്നതും പിന്നീട് മനഃപൂർവ്വം വണ്ടിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതും കോമാ സ്റ്റേജിലായതും അന്വേഷിച്ചപ്പോഴൊക്കെ അപമാനിച്ച് പറഞ്ഞയച്ചതും ശേഷം നടക്കാറായി പോകുന്ന അന്വേഷിച്ചപ്പോ വിവാഹം കഴിഞ്ഞെന്ന് അറിഞ്ഞതും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സ്റ്റാൻലി പപ്പയ്ക്ക് അന്നേ ആന്റിയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാന്ന് വെച്ച് വേണ്ടെന്ന് വെച്ചതാ. തന്നെ പറ്റിച്ച് വേറെ വിവാഹം കഴിക്കുകയാണെന്നാ അന്ന് പപ്പ അന്ന് ഓർത്തത്. 2 പേരെ മനഃപൂർവ്വം പറഞ്ഞ് തെറ്റിപ്പിക്കുകയായിരുന്നു 2 കുടുംബക്കാരും എന്ന് പറയുന്നുണ്ട്. വൈകിയപ്പോ ശിവന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നിങ്ങൾ 2 കൂട്ടരുടെ ആത്മാഭിമാനം, അന്തസ്, അതിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ജീവിതം നിങ്ങൾ ബലിയാടാക്കി കളഞ്ഞില്ലേ? എൻ്റെ മാത്രമല്ല, എൻ്റെ മകളുടെ. ഞാനോ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നെങ്കിലും കരുതാം. പക്ഷെ അവളോ 23 വർഷക്കാലം എൻ്റെ കുഞ്ഞ് ഒരു അനാഥലത്തിൽ ജീവിച്ചില്ലേ? അതിനെല്ലാം കാരണക്കാര് നിങ്ങളും കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടൂത്ത് പിടിക്കാണ്. വൈജെ, ഞാനല്ല, ഗംഗേട്ടനും അച്ഛനും അമ്മാവനും കൂടിയാ ഇതെല്ലാം ചെയ്തത്. പിന്നെ സ്റ്റാലിന്റെ അച്ഛനും ഉണ്ടായിരുന്നു എല്ലാത്തിനും സപ്പോർട്ടായിട്ട്. അവർക്ക് ഇവത്തിന് താല്പര്യമില്ലായിരുന്നെന്ന് നിനക്കറിയാലോ. ജാതി മതവും വിട്ട് അവരൊന്നും ഒരു കൈക്കും വിട്ടുകളിക്കില്ല. അതാണ് പ്രശ്നം എന്ന് പറയുമ്പം വൈജ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എൻ്റെ മകൾ ഇത്രയും കാലം ഒരു അനാഥയെ പോലെ ജീവിച്ചല്ലോ. ഞാൻ തന്നെ അവളെ എന്തൊക്കെ പറഞ്ഞു ഈശ്വര എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പം അങ്ങോട്ടേക്ക് വന്ന് മനു ആശ്വസിപ്പിക്കുന്നുണ്ട്. പശ്ചാത്താപം ഒന്നിനും പരിഹാരമില്ലെന്ന് പറയും. പക്ഷെ ഇതിന് പരിഹാരം പശ്ചാത്താപം മാത്രമേ ഉള്ളൂ. അലിനെ നേരിട്ട് കണ്ട് അവളുടെ ക്ഷമ പറയുക, അവളെ കെട്ടിപ്പിടിച്ച് ഇതുവരെ കൊടുക്കാത്ത സ്നേഹമെല്ലാം അവൾക്ക് കൊടുക്കുക. അത് മാത്രമേ ഇനി ആൻറ്റി ചെയ്യാൻ ബാക്കിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിനെയും എന്നെ ചതിച്ചിട്ടില്ലല്ലേ? അയാളെയും നിങ്ങളെല്ലാം കൂടി ചതിച്ചതല്ലേ? എന്നെയും സ്റ്റാലിനെയും ഒരുപോലെ എല്ലാവരും ചതിച്ചു കളഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചേനെ. ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് എവിടെയെങ്കിലും ജീവിച്ചേനെ. എൻ്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കി വളർത്തിയേനെ. അനാഥാലയത്തിലും അവൾ പോയേണ്ടി വരില്ലായിരുന്നു ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് വൈജ വിങ്ങി പൊട്ടിക്കരയാണ്. ഈ സമയം ശിവനും എല്ലാം ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. ഗംഗേട്ടനെ ഞാൻ കാണുന്നുണ്ട്. കൂടെ നിന്ന് കഴുത്തറക്കായിരുന്നല്ലേ? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതിനെ പോലെ എന്നെ ചതിക്കുകയായിരുന്നല്ലേ ഗംഗേട്ടൻ? എൻ്റെ മകളെ കൊണ്ട് കളഞ്ഞിട്ട്, വെറും അനാഥാലയത്തിൽ കൊണ്ട് കളഞ്ഞിട്ട് എന്നെ വേറെ വിവാഹം കഴിപ്പിച്ച് എൻ്റെ സന്തോഷം കാണാൻ ഉള്ളൊരുകുന്ന ഒരമ്മയുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഓരോ ദിവസം രാത്രിയിൽ ആ മരിച്ചുപോയ കുഞ്ഞിനെ ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ല. എന്നും രാത്രി കരയും. എന്നിട്ടേ ഞാൻ കിടന്ന് ഉറങ്ങാറുള്ളൂ. അന്ന് സ്റ്റാലി എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ആ സ്നേഹമൊക്കെ കളവാണെന്നോർത്ത് ഇത്രയും കാലം അയാളോടുള്ള പകയും ദേഷ്യവും വെറുപ്പുമാണ് ഞാൻ ബാക്കിയുള്ള എല്ലാവരോടും കാണിച്ചത്. എന്നെ അയാൾ ചതിച്ച് കടഞ്ഞു കളഞ്ഞതിൻ്റെ ആ ഒരു വാശിക്കായിരുന്നു എല്ലാവരോടും എൻ്റെ പ്രതിഷേധം. എൻ്റെ ഈ സ്വഭാവമാറ്റം തന്നെയായിരുന്നു ആ ഒരു പ്രതിഷേധത്തിന് കാരണം. നേരത്തെ ആരോടും ദേഷ്യപ്പെടാതെ ആരോടും വഴക്കുണ്ടാകാത്ത പ്രകൃതമായിരുന്നല്ലോ എൻ്റേത്. പക്ഷെ പിന്നീട് ഞാൻ ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയതിൻ്റെ കാരണം തന്നെ ആ തെറ്റിദ്ധാരണയായിരുന്നു. അതെല്ലാം എനിക്ക് നീക്കണം ശിവേട്ട എന്ന് പറയുമ്പം നീ എന്തൊക്കെയാ പറയുന്നേ? ബാലേന്ദ്രന് സത്യങ്ങളെല്ലാം അറിഞ്ഞു. നീ സത്യം അറിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യുന്ന അയാൾ പറഞ്ഞിരിക്കുന്നേ. ആ സമയത്ത് നീ തന്നെ പോയി പറയാൻ പോവാണോ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എന്ന്? പിന്നെ ഞാൻ എന്ത് വേണം? എൻ്റെ മകളെ വീണ്ടും ഞാൻ
ഒഴിവാക്കണോ? ഇനി ഒരിക്കലും ഇല്ല. ഇനി ജീവിതം ഉണ്ടെങ്കിൽ എൻ്റെ മകളുടെ കൂടെ ഉള്ളൂ. എനിക്ക് വേറൊന്നും വേണ്ട. എൻ്റെ മോളെ മാത്രം മതി എന്ന് പറയുമ്പം ശിവൻ പറയാണ്, നിനക്ക് ഒരു മോള് മാത്രമല്ല, വേറെയുണ്ട് 3 മക്കൾ. അവരുടെ ജീവിതം കൂടി നീ നോക്കണ്ടെന്ന് ചോദിക്കുമ്പം എനിക്ക് ഇത്രയും കാലം അവർക്കുള്ള സ്നേഹമൊക്കെ ഞാൻ കൊടുത്തതാ. 23 വർഷത്തെ ഒരു കടം ബാക്കി കിടക്കുക എൻ്റെ അലീന മോക്ക്. അവളെ കെട്ടിപ്പുണരണം, അവളെ സ്നേഹിക്കണം, ഒരുപാട് സ്നേഹിക്കണം. ബാലനെ ഡിവോഴ്സ് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്കെൻ്റെ അലീനയെ മതി എന്നും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വൈദ്യുടന്ന് പൊട്ടിക്കരയുമ്പം മനു പറയാണ്, ആൻറ്റി അത്രയ്ക്ക് ഈസിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി ആൻറ്റീനെ അലീനെ ഒന്നിപ്പിക്കുന്നത് എൻ്റെ ഡ്യൂട്ടിയാ. ഞാനത് ഭംഗിയായി തന്നെ ചെയ്തോളാം. പക്ഷെ എടുത്തു പിടിച്ച് ചെയ്തുകൊണ്ട് ഒന്നും ഒരു അപകടത്തിലേക്ക് പോകരുത്. പോയി വീണ്ടും കുഴിയിലേക്ക് ചാടരുത്. ബാലങ്ങളുടെ സിറ്റുവേഷനൊക്കെ ആൻറ്റിക്ക് അറിയാലോ, അദ്ദേഹത്തിന്റെ ഹെൽത്തിനെ കുറിച്ച് അറിയാലോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് സംയമനം പാലിക്കാം. ആൻറ്റി എന്തായാലും സത്യങ്ങൾ അറിഞ്ഞില്ലേ? ഞാനുണ്ട് ആൻറ്റിയുടെ കൂടെ. അലീന ആൻറ്റിയുടെ മുമ്പിൽ ഞാൻ എത്തിച്ചു തന്നിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വൈജ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. മാനുവാണെങ്കിലോ സന്തോഷമായിപ്പോ. തൻ്റെ അലീനനെ ആൻറ്റി മനസ്സിലാക്കിയല്ലോ. ഇനിയിപ്പം അവളെ തന്നെ പിരിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. ശിവനാണെങ്കിൽ സംഭവങ്ങളെല്ലാം ഗംഗേട്ടനെയും രാജീവനെ വിളിച്ച് അറിയിക്കുകയാണ്. അവരും ആകെപ്പാട് അപ്സെറ്റാണ്. ഇനി അടുത്തെന്താ നടക്കാൻ പോണെന്നുള്ള കാര്യത്തില് ആർക്കും യാതൊരു വ്യക്തതയുമില്ല. അലീനെ കാണാൻ വേണ്ടി വൈജ പോകുമോ? സ്റ്റാലിനുമായി മീറ്റ് ചെയ്യുവോ? അലീനെ കൊണ്ടുവരുവോ? അതോ ബാലനെല്ലാം അറിഞ്ഞുകൊണ്ട് ഇവളെ ഡിവോഴ്സ് ചെയ്യുവോ? എല്ലാം കൂടെ കൂട്ടി ആകെപ്പാടെ അവർക്കും ടെൻഷനായി. ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.